ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പഴം നൂൽ വീശപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, എന്നാൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓള് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ പഴം നൂൽ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 നേന്ത്രപ്പഴം, മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ഓരോന്നും 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൽ മാത്രമേ നമുക്ക് ഈ പഴം നൂൽ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാതെ സാധാരണ വേറെ ഒരു പഴത്തിലും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴത്തിൽ വേണം നമ്മൾ ഈ പഴം നൂൽ ഇടിയപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യമില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇതിലെ തട്ടുന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പഴം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പഴം ഒന്ന് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. ചെറുതായിട്ട് ഈ പഴം ഒന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സെൻറ്ററിലായിട്ടുള്ള ആ ഒരു കറുത്ത സീഡും ആ ഒരു നാരെല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള നൂൽപുട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന പച്ചരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നല്ല നൈസായിട്ടുണ്ടാവണം കേട്ടോ. അതായത് നല്ലതുപോലെ തരിയൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. 2-3 തവണ ഒന്ന് അരിച്ചെടുത്തേക്കണം കേട്ടോ. 1 കപ്പ് അളവിൽ 250 ml കപ്പിൽ 1 കപ്പ് നിറയെ ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പ പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഈ പഴനൂൽപുട്ടിൻ്റെ സൈഡായിട്ട് നമുക്ക് വെജ് കറിയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോൺ വെജ് കറി എടുക്കാവുന്നതാണ്. അതല്ല നമുക്ക് കറികളൊന്നും വേണ്ട ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഴം അരച്ചെടുത്തില്ലേ, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിലോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യം വരില്ല. വളരെ രുചികരമായിട്ട് അവർ കഴിച്ചോളും കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അതായത് സൺഫ്ലവർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതല്ല നെയ്യാണെന്നുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മാവൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് നല്ലതുപോലെ തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. പച്ചവെള്ളം ഒന്നും ചേർക്കരുത്. തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് കുഴച്ചെടുക്കില്ല, ആ ഒരു രീതിക്ക് തന്നെ മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് കട്ടിയായിട്ടാകാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഇടിയപ്പത്തിൻ്റെ മാവ്. അത് ഇതിൽ നിന്നല്ല, ഏത് ഇടിയപ്പം തയ്യാറാക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ സേവനാഴിയിലേക്ക് നമ്മൾ മാവ് വെച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നൂലായിട്ട് വരികയും ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് സേവനാഴിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു സേവനാഴിയിലേക്ക് നമ്മുടെ മാവ് ആവശ്യത്തിനനുസരിച്ചിട്ട് വെക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് വേണം മാവ് വയ്ക്കാനായിട്ട്. ഇനി നമ്മളിതൊന്ന് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് വാഴയിലയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കില്ലേ, ആ ഒരു തട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മാവ് ഒന്ന് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്.
ഇതുപോലെ എല്ലാം ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ എങ്ങനെ ചേർക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ചിലർ വന്നിട്ട് നമ്മുടെ വാഴയിലയുടെ ഫസ്റ്റിൽ തന്നെ, അതായത് നമ്മുടെ ഇഡ്ഡലി തട്ടിൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് തേങ്ങ വെക്കും, അതിന് മുകളിലായിരിക്കും അതൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നത്, മാവ് ചുറ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് വാഴയിലൊന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആവിച്ചെമ്പിലേക്ക് മാറ്റാം. ആവിച്ചെമ്പിലെ വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിൽ ഏറ്റവും ലാസ്റ്റിലുള്ള ആ ഒരു തട്ടിട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് നമ്മൾ വീശി വെച്ചിരിക്കുന്ന ആ ഒരു ഇടിയപ്പത്തിൻ്റെ മിക്സിയിലേക്ക് വെക്കാവുന്നതാണ്. രണ്ട് തട്ടിലും ഇതുപോലെ മിക്സ് എല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട. 5 മിനിറ്റിന് ധാരാളം മതിയാവും കേട്ടോ. നമ്മുടെ ഈ 2 വീശപ്പല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ, ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാൽ ശരി, 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ആവിയിൽ വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ പഴന്നൂൽ ഇടിയപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് വെജ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോൺ വെജ് എടുക്കാവുന്നതാണ്. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മുടെ ഈ പഴന്നൂലിടിയപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലൊരു പഴന്നൂലിടിയപ്പം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ സൈഡായിട്ടൊന്നും വെക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴത്തിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര, ഏലക്ക പൊടിയൊക്കെ വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് ആ ഒരു രീതിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. കുറച്ചുകൂടി മധുരം കൂടുതലായിരിക്കും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതൊരിക്കൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ടാറ്റാ.